ഇപ്പോഴേ ശാന്തകുമാരി ഈ വിഷയം, ഈ റോഡ്, ഈ പ്രദേശം അത് അപകട മേഖലയാണെന്ന് നിയമസഭയിലടക്കം ഉന്നയിച്ചിട്ടുണ്ട്. അല്ല, നമ്മൾ ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനോട് ഉന്നയിച്ചിട്ടില്ല. കാരണം റോഡിനെ സംബന്ധിച്ച വിഷയം PWDയിൽ പറഞ്ഞ് കാണാം. എനിക്ക് MLA പറഞ്ഞാണ് തീർച്ചയായിട്ടും. അപ്പോൾ അതെനിക്കറിയത്തില്ല. പക്ഷേ എന്നോട് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ എന്നുള്ളതിൽ ഇത് ഉന്നയിച്ചിട്ടില്ല. കാരണം അത് ഉന്നയിക്കണം അവർ ശ്രദ്ധിക്കില്ല. കാരണം വെച്ചാൽ ട്രാൻസ്പോർട്ട് മന്ത്രിയോടല്ലല്ലോ ഇത് പറയേണ്ടെന്ന് വിചാരിച്ചാണ്, റോഡിന് ഇങ്ങനെ കുഴപ്പമുണ്ടെന്നുള്ള കാര്യം. പക്ഷേ PWD അത് ശ്രദ്ധയിൽപ്പെടുത്തി PWD ചെയ്യും എന്നാണ് വിശ്വാസം. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ചെയ്യും. പക്ഷേ നിയമസഭയിൽ ഉന്നയിക്കപ്പെട്ട ഒരു വിഷയമാണ്, അതൊരു ഓൺ റെക്കോർഡ് വന്നിട്ടുമുണ്ട്. പക്ഷേ എന്നിട്ട് പോലും ഒരു നടപടി ഉണ്ടായില്ല എന്ന് പറയുന്നത് ഒരു അല്ല, അത് എന്നോടല്ല ഉന്നയിച്ചത്. അഭിപ്രായം പറയുന്നത് ശരിയല്ല. കാരണം എന്നോടല്ല. ഇപ്പോൾ ഈ അപകടം നടക്കുമ്പോൾ നമ്മളങ്ങനെ പറയുന്നത് ശരിയല്ല. തീർച്ചയായിട്ടും MLA പറഞ്ഞു കാണും. അത് റെക്കോർഡ് ചെയ്ത വീഡിയോ ഉണ്ടല്ലോ. അപ്പം തീർച്ചയായിട്ടും പറഞ്ഞു കാണും. അത് എന്തുകൊണ്ടാണ് ഒരു ഡിലേ വന്നതെന്നുള്ള കാര്യം അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് പറയേണ്ടത്. കാരണം നിയമസഭയിൽ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഉദ്യോഗസ്ഥർക്ക് അതിൻ്റെതായ നിർദ്ദേശം ചെല്ലുമല്ലോ. വീഴ്ച മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് വീഴ്ചയുള്ളതായിട്ട് കാണുന്നില്ല. എന്താണെന്നുള്ള കാര്യം പരിശോധിച്ചിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. ഈ മദ്യവെച്ചുകൊണ്ടാണോ വണ്ടി ഓടിച്ചത്, അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, സ്ഥിരം ഒരു ബ്ലാക്ക് സ്പോട്ട് ആണെന്നൊക്കെ പറയുമ്പോൾ അത് പരിശോധിക്കുന്നുണ്ട്. അത് ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറെ കൊണ്ട് ബ്ലാക്ക് സ്പോട്ടാണെന്ന് പരിശോധിച്ചിട്ട് അത് പരിഹരിക്കാൻ ആവശ്യമായ ഫണ്ട് വേണമെങ്കിൽ റോഡ് സേഫ്റ്റി അതോറിറ്റിയിൽ കൊടുക്കാനൊക്കെ പറ്റും. നമ്മൾ എല്ലാ സ്ഥലത്തും ഇത് ഒരു ഇൻസിഡൻറ്റ് നടക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അത് പോരാ. നമ്മൾ പൊതുവായ ഒരു ധാരണ വേണം. നമ്മൾ വണ്ടി ഓടിക്കുന്നവർക്കും വേണം, റോഡ് ഉപയോഗിക്കുന്നവർക്കും ഇതിൻ്റെ ഒരു മെക്കാനിസം അറിയണം. കുഞ്ഞുങ്ങളൊക്കെ റോഡിൽ കൂടെ പോകുമ്പോൾ അവരെ പഠിപ്പിക്കണം കുറച്ചുകൂടി. അതിനുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു 2 മാസങ്ങളിൽ ഒരു ആപ്പ് നിലവിൽ വരും. കൊച്ചു കുട്ടികൾ മുതൽ എല്ലാവർക്കും, മുതിർന്നവർക്കും 6 ഭാഷകളിൽ മനസ്സിലാക്കാൻ കഴിയും. ട്രാഫിക്കുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ആപ്പ് തയ്യാറായിട്ടുണ്ട്. അത് 2 മാസത്തിനുള്ളിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ലോഞ്ച് ചെയ്യും. ഫ്രീ ആപ്പാണ്, എല്ലാവർക്കും എടുത്തിട്ട് അതിലൂടെ അതിന് ഒരു 30-37 സ്റ്റേജുണ്ട്. ആ സ്റ്റേജ് ബൈ സ്റ്റേജ് ഇങ്ങനെ ആ ലെവൽസ് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ വീഡിയോ ഗെയിം കളിക്കുന്ന പോലെയാണ്. പോകുന്നതോടി നമ്മൾ ട്രാഫിക്കിനെ പറ്റി എന്ത് ചെയ്യാൻ പാടില്ല, എന്ത് ചെയ്യാൻ പാടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ആപ്പ് കൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളെ കൊണ്ട് പറ്റുന്നത്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇത് കുട്ടിക്കാലം മുതൽ ഇത് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് ഒരു കാർട്ടൂണിക് ഫിഗറൊക്കെ വെച്ചിട്ടൊരു സംഭവം ചെയ്തിട്ടുണ്ട്, ഒരു ഗ്രാഫിക്സ്. അതൊന്നും അല്ല കാര്യം. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അടുത്ത കാലത്തായി വല്ലാത്തൊരു ഒരു അപകടങ്ങളുടെ ഒരു കെയർലെസ്നെസ് കാണുന്നുണ്ട്. എല്ലാ അപകടം എടുത്ത് നോക്കും. മദ്യപിച്ചുകൊണ്ട് ആ റോഡിൽ കിടന്ന പാവങ്ങളുടെ പുറത്തോട്ട് കയറുക. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ പോകുന്നത് ശ്രദ്ധിക്കാതെ അവിടെ ഒരു വേഗത എടുക്കുക. ഈ വണ്ടി ഓടിക്കുന്നവരും അതിൻ്റെ പരിസരത്തെ പറ്റി ഒരു ബോധമാണ്. റോഡിൽ കൂടെ പോകുന്നവർ, നടന്നു പോകുന്നവർക്ക്. തിരുവനന്തപുരത്ത് നടന്ന പ്രൈവറ്റ് ബസ്സുകാരൻ്റെ സംഭവം, ഒരാളെ വണ്ടിയുടെ ഇടയിൽപ്പെട്ട് ഞെരിഞ്ഞു മരിച്ചു. അതിനെക്കുറിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണർ കറക്റ്റായി പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ഓവർടേക്കിംഗ് അല്ല, അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നത് ലെഫ്റ്റിലൂടെ കയറി KSRTC ബസ്സിൻ്റെ കളക്ഷൻ എടുക്കാൻ വേണ്ടി ഒരു ഡ്രൈവർ അതിൻ്റെ ഉടമസ്ഥൻ്റെ ആ അത്യാഗ്രഹം കൊണ്ട് ചെയ്ത ഒരു ഇതാണ്. അതിലൊരു ജീവൻ പൊലിഞ്ഞു, ഒരു കുടുംബം തകർന്നെന്ന് ആലോചിക്കുന്നു. അപ്പോൾ അതൊന്നും അങ്ങനെ അവരുടെ ലൈസൻസ് റദ്ദാക്കുമ്പോൾ, അവരുടെ വണ്ടിയുടെ RC ബുക്ക് റദ്ദാക്കുമ്പോൾ അതിന് റെക്കമെൻഡേഷൻ കൊണ്ടുവരുന്നവരുണ്ട്. അതാണ് ഏറ്റവും കഷ്ടമായിട്ടുള്ളത്.